ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ചാനൽ. അപ്പോൾ നമ്മളൊന്ന് പറയാൻ പോകുന്നത് നമ്മുടെ സൂപ്പർ മണി എന്നല്ലോ, നമ്മുടെ UPI ആപ്പ്, നമ്മുടെ ഫ്ലിപ്കാർട്ടിൻ്റെ ഒക്കെ ആയിട്ട്. അപ്പോൾ അവരുടെ തന്നെ FD ക്രെഡിറ്റ് കാർഡിൻ്റെ കാര്യമാണ്. നമുക്ക് ആക്ച്വലി ഇപ്പോൾ അതിൻ്റെ എന്താ പറയുക, ഇൻവിറ്റേഷൻ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയായിരിക്കും സൂപ്പർ മണി കാർഡ് എന്ന് പറഞ്ഞിട്ട് സാധനം വന്നിട്ടുണ്ട്. അതായത് ഒരു FD ക്രെഡിറ്റ് കാർഡാണ്. നമുക്ക് 100 രൂപ തൊട്ട് തന്നെ നമുക്ക് തുടങ്ങാൻ പറ്റും. 100 രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ തന്നെ നമുക്ക് അതിന് 90% നമ്മുടെ ലിമിറ്റ് കിട്ടിയിട്ടാണ് ഉത്കർഷ് സ്മോൾ ഫിനാൻസ് ബാങ്കാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ കുറേ പേർക്കൊക്കെ അതിൻ്റെ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതാണ് ആ ആപ്പ്. നിങ്ങൾക്ക് അറിയായിരിക്കും ഈ സാധനത്തിനെ കുറിച്ച്. നമുക്ക് ഗിഫ്റ്റ് കാർഡും സംഭവങ്ങളൊക്കെ വരാറില്ല. അപ്പോൾ എനിക്ക് അതിൻ്റെ കാർഡിൻ്റെ ഒരു ഓഫറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആക്ച്വലി ഇത് എടുത്തിട്ടുണ്ട്. ഞാൻ വീഡിയോ കേസ് ചെയ്തിട്ടില്ല. ചിലപ്പോൾ ഞാൻ ചെയ്യുള്ളൂ. ഞാൻ ജസ്റ്റ് ഉമ്മ ഇതിനെന്താ വെച്ചാൽ നിങ്ങൾക്ക് അറിയാം, ഇതൊരു റൂപേ കാർഡാണ്. നോർമലി FD കാർഡിൽ നമുക്ക് റൂപേ കാർഡ് കിട്ടാറില്ല. അങ്ങനെ ഒരു ബെനിഫിറ്റ് ഇത് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ 90% ഓഫ് ദ ലിമിറ്റാണ് നമുക്ക് ഇതിൽ കിട്ടുക. നമുക്ക് 100 രൂപ തൊട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. 100 രൂപ അപ്പോൾ നമുക്ക് എത്ര വേണമെങ്കിൽ ഇടാം. ഞാൻ ആക്ച്വലി ജസ്റ്റ് ഒരു ചെറിയ എമൗണ്ട് ഇട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ വിചാരിച്ചു വീഡിയോ KYC ചെയ്യേണ്ട. നിങ്ങൾ വീഡിയോ KYC ചെയ്തിട്ടില്ലെങ്കിൽ നോർമലി ഒരു 10 ദിവസം കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് ക്യാൻസൽ ആയിട്ട് റീഫണ്ട് വരും കേട്ടോ. അപ്പോൾ അത് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ വീഡിയോ KYC ചെയ്തില്ല എന്നിട്ട് പേടിച്ചിരിക്കേണ്ട ആവശ്യമില്ല. അത് വീഡിയോ KYC ഓട്ടോമാറ്റിക്കലി ക്യാൻസൽ ആയിക്കോളും. ഫുൾ അക്കൗണ്ട് ക്യാൻസൽ ആയിക്കോളും എന്നത് നമുക്ക് റീഫണ്ട് വരും കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൊടുത്തുകൊണ്ട് എൻ്റെ സ്റ്റേജ് ഇപ്പോൾ ഓൾറെഡി നമുക്കിവിടെ ഇതിലേക്ക് ആക്ച്വലി ഇപ്പോൾ FD ഓപ്ഷനും വരുന്നുണ്ട്. FD 99.5% ഒക്കെ FD ഇൻട്രസ്റ്റ് തരുന്ന പറഞ്ഞാൽ അതും നമ്മുടെ സ്മോൾ ഫിനാൻസ്, ഉത്കർഷ് സ്മോൾ ഫിനാൻസ് ബാങ്ക് തന്നെ ആയിരിക്കും. അപ്പോൾ ഇത് ഞാൻ ആക്ച്വലി സിബിൽ സ്കോർ നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഒരു റൂപേ ഒക്കെ വരുന്ന ഒരു FD കാർഡ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു കാർഡാണ്. പക്ഷേ വലിയ കാര്യം ഉണ്ടാവാൻ സാധ്യതയില്ല. എന്താ വെച്ചാൽ ഉത്കർഷ് സ്മോൾ ഫിനാൻസ് ബാങ്ക് എന്ന് പറയുന്നത് നമ്മുടെ നോർത്തിലത്തെ നമ്മുടെ ഇവിടുത്തെ സാബ് ബാങ്ക് പോലത്തെ ഒരു സംഭവമാണ്. പക്ഷേ കസ്റ്റമർ കെയറൊക്കെ വൻ ഷോക്കുണ്ട്. ഞാൻ ഇതിന് തന്നെ ഒരു വീഡിയോ KYC ഞാൻ ആദ്യം ട്രൈ നോക്കിയിട്ടുണ്ടായിരുന്നു. ഓരോ വീഡിയോ KYCയുടെ കസ്റ്റമർ കെയർ കിട്ടാനൊക്കെ ഭയങ്കര പാടാണ്. അതുപോലെ തന്നെ ഞാൻ അവരെ എന്താ പറയുക ഇമെയിൽ ത്രൂ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു റെസ്പോൺസ്, ഒരു റിപ്ലൈ സംഭവമൊന്നുമില്ല. അപ്പോൾ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് സേഫ് ആയിട്ട് തോന്നുന്നില്ല. കസ്റ്റമർ കെയർ സപ്പോർട്ടൊന്നും ഇല്ലാണ്ട് നമുക്ക് ഒരു രക്ഷയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് വലിയ എമൗണ്ട് ഒക്കെ ഇടുമ്പോൾ ഇതിൻ്റെ ആകെ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് 100 രൂപ തൊട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്ത് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ഞാൻ ആക്ച്വലി ഇത് ചിലപ്പോഴാണ് എടുക്കുള്ളൂ എന്ന് വെച്ചാൽ ഒന്നാമത് വേറെ കസ്റ്റമർ കെയർ സപ്പോർട്ട് തന്നെ അപ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് പോയി. പിന്നെ നമുക്ക് ഫിസിക്കൽ കാർഡ് കിട്ടണമെങ്കിൽ നമുക്ക് ആക്ച്വലി 300 രൂപ എക്സ്ട്രാ കൊടുക്കണം. അപ്പോൾ ഞാൻ ആക്ച്വലി വീഡിയോ പർപ്പസിന് എടുക്കാമെന്ന് വിചാരിച്ചത്. എന്ന് വെച്ചാൽ വീഡിയോ ഇപ്പോൾ നമുക്ക് നമ്മുടെ വ്യൂവേഴ്സിനെ കാണിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ അതിന് എക്സ്ട്രാ 300 രൂപ കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ അത് വേണ്ടാന്ന് വെച്ചു. എന്ന് വെച്ചാൽ പിന്നെ നമുക്ക് വെർച്വൽ കാർഡ് മാത്രമേ കിട്ടുള്ളൂ. അത് പിന്നെ നമുക്ക് ഇങ്ങനെ കാണിച്ചു തരാനും സംഭവമൊന്നും വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ലല്ലോ. അങ്ങനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അതിൻ്റെ കാർഡ് നമ്പർ സംഭവമൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചിലപ്പോൾ അത് കണ്ടിന്യൂ ചെയ്യില്ല, വീഡിയോ KYC ചെയ്യില്ല. അത് ഓട്ടോമാറ്റിക്കലി റീഫണ്ട് വന്നോളും. പിന്നെ നമുക്ക് എന്താ പറയുക 100% അപ്രൂവൽ റേറ്റ് ആണ്. 5% വരെ ഇൻസ്റ്റൻറ്റ് ക്യാഷ് ബാക്ക് സംഭവങ്ങൾക്ക് ഒരു ഓഫർ ചെയ്യുന്നുണ്ട്. അത് ഫുള്ളി 5% ക്യാഷ് ബാക്ക് കിട്ടാൻ സാധ്യതയില്ല. അപ് ടു 5% ആയിരിക്കാനേ സാധ്യതയുള്ളൂ. പിന്നെ റിവാർഡും കാരണം ഞാൻ അത് അങ്ങനെ ഉപയോഗിക്കാറില്ല. ഞാൻ ആകെ എത്ര ഉപയോഗിച്ചിട്ടുള്ളതുകൊണ്ട് ഒന്നാമത് തന്നെ സെക്കൻഡറി ഫോണിലാണ് എൻ്റെ രണ്ട് നമ്പറിലും ബാങ്ക് അക്കൗണ്ട് ഉണ്ട്. അപ്പോൾ എനിക്ക് ആദ്യം ഇത് ലോഞ്ച് ചെയ്ത സമയത്ത് അത്യാവശ്യം നല്ല എന്താ പറയുക, നമുക്ക് ആക്ച്വലി ഒരു കോൾ വരുന്നുണ്ട്. ഒരു മിനിറ്റ്, ഓഫീസിനാണ്. അപ്പോൾ നമുക്കൊരു ഓഫീസിനൊരു കോൾ ആയിരുന്നില്ല. അത് കാരണം ഞാൻ നമ്മുടെ കോളിൽ പറയാറുണ്ട് വെച്ചാൽ നമുക്ക് ഓഫീസ് കോൾ വരും. നമ്മൾ ഓൾറെഡി വർക്ക് ഫ്രം ഹോം ആയതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിൽ ഓഫീസ് കോൾ വരാം. അതുകൊണ്ടാണ് നമ്മൾ ആക്ച്വലി വീഡിയോൻ്റെ ഇടയിലും കോൾ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. നിങ്ങൾക്കൊരു സ്മോൾ എമൗണ്ടിൽ നിങ്ങൾക്കൊരു FD കാർഡ് നമ്മുടെ സിബിൽ സ്കോർ ഇമ്പ്രൂവ് ചെയ്യാൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുത്ത് നോക്കാമെന്ന് മാത്രമല്ല. പുതിയൊരു കാർഡാണ്. അപ്പോൾ ഇവരുടെ സിബിൽ സ്കോർ റിപ്പോർട്ടിംഗ് സംഭവം എങ്ങനെയാണെന്നും പറയാൻ പറ്റില്ല. അല്ലാണ്ട് നിങ്ങൾ വേറെ സെപ്പറേറ്റ് റൂപേ കാർഡ് തന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ ഓപ്ഷൻ ഒന്നും ഇല്ല, തന്നെ ഉള്ളൂ. അല്ലാണ്ട് നോക്കുകയാണെങ്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് എന്താ പറയുക, നോക്കി ഒരു സ്പാം കോൾസ് വരുന്ന നോക്കി, ഇന്റർനാഷണൽ നമ്പറൊക്കെ സ്പാം കോൾ വരുന്നത്, ഒരു രക്ഷയില്ലാത്ത സ്പാം കോൾ കൊണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, ഇതിപ്പോൾ നിങ്ങൾക്ക് റൂപേ വേരിയന്റിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ ഓപ്ഷൻ ഒന്നുമില്ല. അല്ലെങ്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യാൻ നിങ്ങൾ SBM ബാങ്കിന് എടുക്കായിരിക്കും കുറച്ചുകൂടി നല്ലത്. മാഗ്നറ്റ് കാർഡോ അല്ലെങ്കിൽ ക്രെഡിലിയോ കാർഡൊക്കെ ആയിരിക്കും കുറച്ചുകൂടി നല്ലത്. വെച്ചാൽ കുറച്ച് അത് ഇറങ്ങിയിട്ട് കുറച്ച് കാലങ്ങളായിട്ടുണ്ട്. അപ്പോൾ സിവിൽ സ്കോർ റിപ്പോർട്ടിംഗ് ഒന്നും അതിന് ഒരു ഇഷ്യൂസും സംഭവമൊന്നുമില്ല. അപ്പോൾ എനിക്ക് പിന്നെ ഇത് തീരെ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് റെക്കമെൻഡ് ചെയ്യാൻ തോന്നാത്തത്, പ്രത്യേകിച്ച് എനിക്കിത് ഞാൻ അവരുടെ കസ്റ്റമർ കെയറിനൊക്കെ മെയിലും കാര്യങ്ങളൊക്കെ അയച്ചപ്പോഴും റിപ്ലൈ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് ഇപ്പോൾ റിപ്ലൈ അയച്ചിട്ട് ഞാൻ അയച്ചിട്ട് ഓൾമോസ്റ്റ് ഇപ്പോൾ 1 വീക്ക് ആവാറുണ്ട്. അപ്പോൾ എന്നിട്ട് നമുക്ക് റിപ്ലൈ സംഭവം വന്നില്ല. ഒരു ചെറിയ റിപ്ലൈ പോലും വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ശരിക്കും ഒരു തീരെ ഒരു റെക്കമെൻഡ് ചെയ്യേണ്ടതെന്ന് ഞാൻ വിചാരിച്ചത്. അല്ലാണ്ട് നോക്കുകയാണെങ്കിൽ ആപ്പ് സംഭവമൊക്കെ കൊള്ളാം. പിന്നെ ഫ്ലിപ്കാർട്ടിനാണ് അതൊരു ഡൗൺ സൈഡാണ്, വേറെ കാര്യം. അപ്പോൾ എന്തായാലും ഞാൻ ഇതിൻ്റെ അപ്ലൈ ചെയ്യാൻ ലിങ്ക് ഞാൻ കിട്ടുകയാണെങ്കിൽ കൊടുക്കാട്ടോ. ഇതിൽ ആക്ച്വലി നമുക്ക് ഇവരുടെ UPI ആപ്പാണ്. നിങ്ങൾക്ക് UPI നമ്മുടെ ബാങ്ക് അക്കൗണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി ഒരു റൂപേ ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ നമുക്ക് അത് ലിങ്ക് ചെയ്തിട്ട് ഉപയോഗിക്കാം. ചെറിയ ക്യാഷ് ബാക്ക് കിട്ടുന്നത് ഞാൻ അങ്ങനെ ഉപയോഗിച്ചിട്ടില്ല. ഇനീഷ്യൽ ടൈമിൽ അത്യാവശ്യം നല്ല ക്യാഷ് ബാക്ക് കിട്ടാറുണ്ട്. ഇപ്പോൾ വലിയ കാര്യമായിട്ട് നല്ല ക്യാഷ് ബാക്ക് ഒന്നും കിട്ടുന്നില്ല കേട്ടോ. ആപ്പ് ഭയങ്കര സിമ്പിൾ ആപ്പ്. അവർ യെസ് ബാങ്ക് ആയിട്ട് ടൈപ്പ് ചെയ്തിട്ടാണ് സംഭവം ഇറക്കിക്കുന്നത്. അപ്പോൾ ഇതിൽ ആക്ച്വലി ക്രെഡിറ്റ് സ്കോർ ഓപ്ഷൻ സംഭവമൊക്കെ വരുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇതിൽ എക്സ്പീരിയൻസ് സ്കോറും സംഭവമൊക്കെ ഉണ്ട്, അവർ ആപ്പിൽ തന്നെ കാണിക്കുന്നുണ്ട്. അതൊക്കെ ഓപ്ഷൻ വരുന്നുണ്ട്. അത് നോക്കാനൊക്കെ നല്ലതാണ് കേട്ടോ. സ്കാപ്പിയ ഇൻവേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ അവരായിട്ട് ടൈപ്പ് ചെയ്തേക്കുന്നത്. അപ്പോൾ ആപ്പ് വലിയ കുഴപ്പമൊന്നുമില്ല.
ഈസിയാണ്, കുറച്ച് യൂസർ ഫ്രണ്ട്ലി ആണ്, ആർക്ക് വേണമെങ്കിൽ ഈസി ആയിട്ട് മനസ്സിലാവുന്ന ഒരു ആപ്പ് പോലെയാണ് എനിക്ക് തോന്നിയത്. ഇവരുടെ എന്താ പറയുക, ഓൾമോസ്റ്റ് എല്ലാ UI വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ബാക്കിയുള്ള ആപ്പുകൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഈസിയാണ്. അതാണ് എനിക്കൊരു പോസിറ്റീവായിട്ട് തോന്നിയത്, വേറെ വലിയ കാര്യമായിട്ട് തോന്നിയിട്ടില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ എന്താ പറയുക സൂപ്പർ മണി കാർഡിനെ കുറിച്ചുള്ള വീഡിയോ. ഞാൻ ആക്ച്വലി മിക്കതും അത് ക്യാൻസലാക്കും, ഞാൻ വീഡിയോ ക്യാൻസൽ ചെയ്യാനുള്ള ഓപ്ഷൻ നോർമലി എടുക്കാറില്ല. എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പം തന്നെ ഞാൻ അതിൻ്റെ റിവ്യൂ പറഞ്ഞല്ലോ. പിന്നെ ഫിസിക്കൽ കാർഡ് കിട്ടുകയാണെങ്കിൽ നമുക്ക് പിന്നെയും വേണമെങ്കിൽ അതിൻ്റെ ഒരു അൺബോക്സിംഗ് സംഭവമൊക്കെ കാണിക്കാൻ വിചാരിച്ചു. പക്ഷേ എന്തായാലും അത് ചെയ്യണമെങ്കിൽ നമുക്ക് 300 എക്സ്ട്രാ കൊടുക്കണം. അപ്പോൾ അത് നമുക്കൊരു തീരെ വേർത്തായിട്ട് തോന്നുന്നില്ല. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഞാൻ ആക്ച്വലി നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ എന്ന് വെച്ചാൽ അത് എല്ലാവർക്കും വന്നിട്ടുണ്ടാവില്ലേ, ക്രെഡിറ്റ് കാർഡ് അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻ. അപ്പോൾ നിങ്ങൾ ഓൾറെഡി ജോയിൻ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരും, പതുക്കെ വരും. വരികയാണെങ്കിൽ നിങ്ങൾക്ക് എടുക്കാവുന്നേ ഉള്ളൂ, വേണമെങ്കിൽ ട്രൈ നോക്കി നോക്കാം. എന്ന് വെച്ചാൽ മിനിമം ചെറിയ എമൗണ്ട് 100 രൂപ വെച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് തുടങ്ങാം. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടി വരാം, അത് വേറെ കാര്യം. ഇവർ ഇൻട്രസ്റ്റ് റേറ്റ് ഒക്കെ പറയുന്നത് നമുക്ക് FD 7.25% ഒക്കെ തന്നെയാണ്. സെയിം നമ്മുടെ ബാക്കിയുള്ള SBI ബാങ്കും IDFC HDFC ഒക്കെ പറഞ്ഞ പോലെ തന്നെ ഓൾമോസ്റ്റ് സിമിലർ തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. നമ്മുടെ 2 ചാനൽസും കാണാത്ത പോയി കണ്ടുനോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് നമ്മളൊന്ന് ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളിലൊക്കെ എൻ്റെ കമൻറ്റ് ചെയ്താൽ മതി, നമ്മൾ എല്ലാ കമൻറ്റ് റിപ്ലൈ ചെയ്യുന്നതാണ്. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും ടെലിഗ്രാം ചാനലും കാണാത്ത പോയി കണ്ടുനോക്കുക, നിങ്ങൾക്ക് അതിലും വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം. പേജ് ഫോളോ അടിച്ചാൽ മതി, ലിങ്ക് കളിക്കാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അടുത്ത വീഡിയോയിലാണ്.